ഹേ ഗൈസ്, ഞാൻ പിന്നെ വന്നു. 9th ആനിവേഴ്സറിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ദ്രോഗ്ബയുടെ ബാക്കിൽ 18 ട്രൈ, പിന്നെ ബിഗ് ടൈം ഷോർട്ട് ടൈം ബാക്കിൽ ഫ്രീ ട്രൈ ഒരു 3 എണ്ണം, പിന്നെ ഒരു പ്ലെയർ ഓഫ് ദി വീക്ക്, പെനാൽറ്റി റിവാർഡ്. അങ്ങനെ ഇന്ന് മൊത്തം നമ്മുടെ ലക്ക് നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടി പോവാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ദ്രോഗ്ബയുടെ ബാക്ക് എടുക്കാം. ഇത് ആക്ച്വലി 18 ട്രൈ ആണ് മൊത്തത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അതിന് പുറമെ നമുക്ക് കോയിൻ കൊടുത്ത് വേണമെങ്കിൽ കറക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ബാക്ക് നിങ്ങൾ കോയിൻ കൊടുത്ത് കറക്കരുതെന്ന് ഞാൻ പറയും. അപ്പോൾ എങ്ങനെ വീഡിയോയിലേക്ക് പോകല്ലേ? സോ ഗൈസ്, നമ്മൾ ഈ പാക്ക് എടുത്ത് നോക്കുമ്പോൾ ദ്രോഗ്ബയിലാണ് 3 ഹൈലൈറ്റ് കാർഡും കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് 18 ട്രയലേ ഉള്ളൂ. ഫസ്റ്റ് ഒരു 8 എണ്ണം സിംഗിൾ ആയിട്ട് കൊടുക്കാം, ബാക്കി 10 എണ്ണം ഒരുമിച്ച് എടുക്കാം. സോ ഫസ്റ്റ് ട്രൈ ആരാണ്? CF തന്നെയാണ്. ലാസിയോയിലെ പ്ലെയർ ആണെന്ന് തോന്നുന്നല്ലോ. ഓക്കെ, ബേസ് ആണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ ബേസ്. അടുത്ത ട്രൈ നമ്മൾ പെട്ടെന്ന് കറക്കി തീർക്കാനാണ്. പിന്നെ CF. അപ്പോൾ ഈ പാക്കിൽ CF മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ 3 സ്റ്റാർ. 3 സ്റ്റാറൊന്നും എനക്കില്ലല്ലോ. തേർഡ് ട്രൈ പിന്നെയും CF. അപ്പോൾ ഈ പാക്കിൽ CF മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെയും 3 സ്റ്റാർ. ഓക്കെ, ഫോർത്ത് ട്രൈ പിന്നെയും CF. ഇതെന്താ മലയാളം മാസം? ഓറഞ്ച് ജേഴ്സിയായിരുന്നു. ഓക്കെ, അപ്പോൾ 4 ട്രൈ കിട്ടി. അല്ല, കറക്കി ഒന്നും കിട്ടിയില്ല. ഫിഫ്ത്ത് ട്രൈ. ഇതിനെങ്കിലും ഹൈലൈറ്റ് പോലും അടിക്കുന്നില്ലല്ലോ. ഇത് ഹൈലൈറ്റ് ആണോ? അല്ല, ഇതും 3 സ്റ്റാർ. ഓ, ഫിഫ്ത്ത് ട്രൈയും കഴിഞ്ഞ് സിക്സ്ത് ട്രൈ. കമോൺ കൊണാമി. ഓറഞ്ച് ജേഴ്സി. ത്രോക്ക്. ഇത് മഞ്ഞയല്ലേ? ഓറഞ്ച് സെറ്റല്ല. ഓ, പിന്നെയും ബേസ്. ഓക്കെ, സെവൻത്ത് ട്രൈ. ഇതല്ല, ഇത് ദ്രോഗ്ബ അല്ല. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി 8th ട്രൈ. ഓക്കെ, അതും ഹൈലൈറ്റ് പോലല്ല. ഒരു ഹൈലൈറ്റ് വരെ കിട്ടിയില്ല. എൻ്റെ പൊന്നു കൊണാമി. ലാസ്റ്റ് 10 ട്രൈ ഒരുമിച്ച് കൊടുക്കാൻ പോവാണ്. അത് നമുക്ക് മേലത്തെ റോയിലേക്കൊന്നും പോയിട്ടില്ല. ഒരു ഹൈലൈറ്റ് പോലും നിന്ന് ക്ലീനറായിട്ടു. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ട്രൈയിലേക്ക് പോവാം. കൊണാമി CF. ഇത് മാറുമോ? ഫ്ലമിംഗോ പോലെ. അയ്യോ, ഏതും ബേസ്. അയ്യോ, എൻ്റെ 18 ട്രൈ തീർന്ന്. പെഡ്രോ. എടാ, എൻ്റെ പൊന്നു ഗുണം ഒരു ഹൈലൈറ്റ് പോലും തന്നില്ലേ? അയ്യോ, 2 ആഴ്ചത്തെ കാത്തിരിപ്പാണ് ഗൈസ്. 2 ആഴ്ചത്തെ കാത്തിരിപ്പ്. വലിയ മഹത്തായ കാർഡായോണ്ടെന്നല്ല, സ്റ്റിൽ ആ ഒരു പഴയ ത്രോഗ്ബേനെ ഒഴിവാക്കാന്ന് വെച്ചിട്ട്. പിന്നെ കുറ്റം പറയാനും പറ്റില്ല. ഈ ബൊനൂഷിൻ്റെ പാക്കിൽ ഫ്രീ ട്രയൽ ബൊനൂഷിനെ തന്ന്, അതായിരുന്നു ടാർജറ്റ്. സോ കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഈ ഒരു പ്ലെയർ ഓഫ് ദി വീക്ക് ഇറക്കി നോക്കാം. പ്രത്യേകിച്ച് ടാർജറ്റൊന്നും ഇല്ല. ഇതാരാ? 93 GK. ഗോൾ കീപ്പറൊന്നും വേണ്ട. ഇത് ഗെറ്റാഫയുടെ ഗോൾ കീപ്പറാണോ? ഡേവിഡ് സൊറിയാസിസ് ഒന്നും വേണ്ട. നമുക്ക് അടുത്ത ഷോർട്ട് ടൈം ഇറക്കി നോക്കാം. ആദ്യം ജെ ലീഗ് ഇറക്കാം. ഓക്കെ, വേറെ ട്രിക്കൊന്നും നമ്മൾ നോക്കുന്നില്ല. ഗോൾ കീപ്പർ അതിനില്ലല്ലോ. 2 സ്റ്റാർ ബേസ്. സൂപ്പർ. താഴോട്ടാണല്ലോ ഇത്രയും നേരം 3 സ്റ്റാർ കിട്ടിക്കൊണ്ടുന്നത്. ഇനി അടുത്തത് ടർക്കിഷ് ലീഗിൻ്റെ ഗിൻഡോസിയും കാണ്ടയൊക്കെ ഉണ്ട്. എവിടെ ഗിൻഡോസും ഇല്ല, കാണ്ടയില്ല. റൈറ്റ് ബാക്ക് സാച്ചാ ബോയ്. ഇയാൾ ബയാണെന്ന് പോയോ? ഗലാത്തസറ എത്തിയെന്നല്ലോ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഡെക്ലൻ റൈസിൻ്റെ ബാക്ക്. ഇതിൽ ആക്ച്വലി എൻ്റെ ടാർജറ്റ് എക്കിട്ടിക്കാണ്. കിട്ടുമെന്നല്ലേ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. എക്കിട്ടിക്കിൻ്റെ നല്ല കാർഡായി, പക്ഷേ ലെഫ്റ്റ് ബാക്ക്. ഓക്കെ, എക്കിട്ടിക്ക് ഇല്ല, ഒരു മണ്ണ കിട്ടിയില്ല. അങ്ങനെ ഫ്രീ ട്രൈ മൊത്തം തീർന്നു. ഇനി നമ്മുടെ പെനാൽറ്റി റിവാർഡ് ഇറക്കാനുണ്ടല്ലേ. ഓക്കെ, നമുക്കത് നോക്കാം. ഇതിൽ അക്കാഞ്ചിന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഒരു ഡെസ്ട്രോയർ വേണമായിരുന്നു സബിൽ. ലെഫ്റ്റ് വിങ് ഫോർവേഡ് ലൂയിസ് ഡിയാസ്. ഓക്കെ, ലെഫ്റ്റ് വിങ്ങിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, ബാക്കി എല്ലാം ആയി. അയ്യോ, ആവശ്യത്തിൽ കൂടുതൽ ലെഫ്റ്റ് വിങ് ഫോർവേഡ് ഈ ഒരു അക്കൗണ്ടിലുണ്ട്. എന്തിനാണ്? എന്തായാലും ഡീസൻറ്റ് കാർഡാണ്. ആക്സിലേഷൻ ബേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു അക്കൗണ്ടിൽ നമ്മുടെ കലാപരിപാടികൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ആക്സിലേഷൻ ബേസ്റ്റ് വരുന്ന നല്ലൊരു കാർഡാണ്. ഞാൻ കളിപ്പിച്ച് നോക്കിയിട്ടില്ല ഇതുവരെ, വേറെ അക്കൗണ്ടിലൊന്നും കിട്ടാത്തതുകൊണ്ട്. ഇനി എന്തായാലും കളിപ്പിച്ച് നോക്കണം. ഇനി ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ ഷോർട്ട് ടൈം ഡിലൈറ്റിന് എടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത അക്കൗണ്ടിലേക്ക് പോവാം.
സോ ഗൈസ് നമ്മൾ അടുത്ത അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യിക്കുകയാണ്. ആദ്യം തന്നെ നേരത്തെ പോലെ ദ്രോഗ്ബയുടെ പാക്ക് കറക്കിയിട്ട് ബാക്കി ഫ്രീ ട്രൈസിലേക്ക് പോകാം. ഇതിലും 18 ട്രൈ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രൈ ഹിയർ വി ഗോ കൊണാമി. ഇതിലെങ്കിലും തേക്കാണ്ടെന്നാൽ മതിയായിരുന്നു. ഇതിൽ കഴിഞ്ഞ അക്കൗണ്ടിൽ CF 3 സ്റ്റാർ ബക്ക, കാർലോസ് ബക്ക, കൊളംബിയൻ പ്ലെയർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, സെക്കൻഡ് ട്രൈ. പിന്നെ ഓറഞ്ച് ജേഴ്സി ഇല്ല, ദ്രോഗ്ബി ഒന്നല്ല. ഇതൊക്കെ ആരുടെ 3 സ്റ്റാറോ? ഓക്കെ, തേർഡ് ട്രൈ. നമ്മൾ പെട്ടെന്ന് കറക്കി തീർക്കാണ് നേരത്തെ പോലെ. പിന്നെയും CF, ഇതൊക്കെ ആരുടെ? പിന്നെയും 3 സ്റ്റാറോ? ഓക്കെ, നെക്സ്റ്റ് ട്രൈ. ബ്ലാക്ക് ജുവൻഡസിൻ്റെ ജേഴ്സി താരാ? മിലിക്ക്. ഇതിലും രക്ഷയില്ലല്ലോ. 14. ഓക്കെ, അഞ്ചാമത്തെ ട്രൈ CF ഡിയാലോ. ഓക്കെ, അതും തീർന്ന്. ആറാമത്തെ ട്രൈ ഹിയവിഗോ കൊണാമി CF റെഡ് കാർപ്പറ്റ് വൈറ്റ് ജേഴ്സി ഒക്കെ. ഇത് ആരാ ഇത്? ആൻഡ്രിയ സിൽവ. ഓക്കെ, അങ്ങനെ ഏഴാമത്തെ ട്രൈ CF. ഇതൊക്കെ ആരാന്ന്? ഒരു ഓറഞ്ച് ജേഴ്സി എന്താ ഇറങ്ങി വരാത്ത? എട്ടാമത്തെ ട്രൈ ഗൈസ് ഇതിലെങ്കിലും എവിടെ? ഇത് ഇവർ കോയിൻ കൊടുത്ത് കറക്കാനുള്ളതുകൊണ്ട് പ്രോബിലിറ്റി കുറച്ച് വെച്ചിട്ടാന്ന് തോന്നുന്നത്. 2 അക്കൗണ്ടാണ്. ഇതിപ്പോൾ തേച്ച് വിടുകയാണ്. ലാസ്റ്റത്തെ ട്രൈ ഒരു അല്ലെങ്കിൽ കൊണ്ട മൊത്തത്തിൽ കറക്കാം. ക്യാൻസൽ. ഓക്കെ, ഫൈനൽ ട്രൈ. കൊണാമി ചതിച്ച് ബീസ്. എൻ്റെ പൊന്നു കൊണാമി, ഹൈലൈറ്റ് പോലും തന്നില്ല. ബ്രെൻഫോർഡിൽ യുഗത്തിയാകോ. ഇതിനാണോ 2 ആഴ്ച കുത്തിയിരുന്ന്? എനിക്കൊന്നും പറയാനില്ല ഗൈസ്. തേച്ച് വിട്ട്, ആബ്സല്യൂട്ട്ലി തേച്ച് വിട്ടു. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ തേച്ച് വിട്ടിട്ടില്ല. 18 ട്രൈ ഒക്കെ ചുമ്മാ കോയിൻ കൊടുത്ത് എൻ്റെ പട്ടി കറക്കും. വേറെ പണിയില്ലാണ്ടല്ലേ. അയ്യോ, ഇനി പ്ലെയർ ഓഫ് ദി വീക്ക് ഇതിൽ ആരെ കിട്ടിയാലും കണക്കാണ്. പ്രത്യേകിച്ച് ടാർജറ്റൊന്നുമില്ല. ഡയപ്പ്. ഓക്കെ, അതും കഴിഞ്ഞ് ഇനിയുള്ള ഷോർട്ട് ടൈം ഇതിലിനി ഇതും ബേസ് 2 സ്റ്റാർ ബേസ്. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ. അടുത്തത് നമ്മൾ ടർക്കിഷ് ലീഗ് AMF. ഓക്കെ, ഹൈലൈറ്റ്. അത് മികച്ചൊരിതായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ഫ്രീ ട്രൈ CB. ഓക്കെ, അങ്ങനെ ഫ്രീ ട്രൈ മഹാമഹം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നേരെ പെനാൾട്ടി റിവാർഡ്സിലേക്ക്. അതിലും ഈ അക്കൗണ്ടിൽ ആരെ കിട്ടിയാലും കണക്കാണ്. അക്കഞ്ചിന് കിട്ടിയെന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു മിക്കവാറും DSന് കിട്ടാനാണ് സാധ്യത. ഈ ഒരു അൺലക്കി പാറ്റേൺ വെച്ചിട്ട് അത് കിട്ടേണ്ടതാണ് സത്യം പറഞ്ഞാൽ. ഭാഗ്യമുണ്ടെങ്കിൽ അക്കഞ്ചിന് കിട്ടും, അല്ലെങ്കിൽ കൊണാമി ലെഫ്റ്റ് വിങ് ഫോർവേഡ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, നമ്മുടെ തലയിൽ DS എഴുതി വെച്ചിട്ടുള്ളൂ. അക്കാഞ്ചി ആക്ച്വലി നല്ലൊരു ഘടകം ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു ഈ അക്കൗണ്ടിൽ. അപ്പോൾ അതൊന്നും തേഞ്ഞ്. അപ്പോൾ എന്തായാലും ഹൈലൈറ്റ് കിട്ടിയിട്ട് തന്നിട്ട് തേച്ചില്ല കൊണാമി വിഭാഗത്തിന്. ഷോർട്ടായി തന്നെ തന്നു. അപ്പോൾ നമ്മുടെ പാക്ക് ഓപ്പണിങ് മഹാമ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും ഒരു തേച്ച് വിട്ടൊരു പോസ്റ്റർ നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ കഷ്ടകാലത്തിന് 2 അക്കൗണ്ടിൽ ഒന്നും കിട്ടാണ്ട് പോയി. അപ്പോൾ നിങ്ങൾക്ക് ഈ പാക്കിൽ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കിട്ടിയിട്ട് കളിപ്പിച്ച് നോക്കിയിട്ട് എന്തുണ്ട് എന്നുള്ളതും പറയാം. ഈ ഒരു അക്കൗണ്ടിൽ ഇതുവരെ ഏത് ഷോർട്ട് ടൈമാണ് എടുക്കേണ്ടതെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ചിലപ്പം ഒറൈലി ആയിരിക്കും, അല്ലെങ്കിൽ ഡിലൈറ്റ്. ഈ 2 കാർഡ്സാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. അത് നമുക്ക് പിന്നെ എടുക്കാം. പിന്നെ പുതിയ നോമിനേറ്റ് കോൺടാക്ട് പാക്കിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.